ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യണു ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ എല്ലാ ദിവസവും ഞാൻ മറന്നു പോകും കേട്ടോ. രാവിലെ എണീറ്റ് എല്ലാ പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഓർക്കുക, അയ്യോ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമായിരുന്നല്ലോ എന്ന്. അപ്പം ഞാൻ ഒരുപാടൊന്നും വീഡിയോസ് ഇത് ചെയ്തിട്ടില്ല, ഒന്നോ രണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകും കേട്ടോ. അപ്പോൾ കിട്ടിയ കുറേ ക്ലിപ്സൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട് എന്നത്തെയും പോലെ തന്നെ. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ്ങുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്ത് രാവിലെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണമെന്ന് യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു ഡേ ആയിരുന്നു. സാധാരണ എന്തെങ്കിലുമൊക്കെ തലേന്ന് നൈറ്റേ ഞാൻ പ്ലാൻ ചെയ്യും നാളെ എന്തുണ്ടാക്കണമെന്ന്. പക്ഷേ ഇന്നൊരു പ്ലാനിങ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് പെട്ടെന്ന് എന്തുണ്ടാക്കാമെന്നുള്ള ഒരു എന്താ പറയുക ആലോചനയിൽ കിട്ടിയ ഒരു ഇതാണ് കേട്ടോ ഇത്. അതായത് ഇത് നമ്മുടെ വാഴയിലയിൽ അട ഉണ്ടാക്കുക എന്ന് പറയും. ഇതിന് പല നാട്ടിലും പല പേരുകൾ പറയുമായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ പറയണതെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ രാവിലെ ഞാൻ നമ്മുടെ തേങ്ങ എന്താ പറയുക തേങ്ങയും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയിൽ അത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് വാഴയിൽ അങ്ങനെ തന്നെ മടക്കി ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മുടി എനിക്കിങ്ങനെ പിന്നിയിട്ട് കിടക്കുകയാണെങ്കിൽ എനിക്ക് ജോലികൾ ചെയ്യാൻ അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മുടി ആ ഒരു കെട്ടൊക്കെ അഴിച്ചിട്ട് മണ്ടയിൽ ഒന്ന് ബൺ കെട്ടി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഇനി ആ ഒരു സമയമായപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ആളുടെ ആ ഒരു മൂടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്ന പരിപാടിയാണ്. അതിനുശേഷം ആളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ചിരിച്ച മുഖത്തോടു കൂടി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ മേക്കപ്പ് സെക്ഷനാണ്. അപ്പോൾ കുറേ സമയം എടുക്കും ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആൾ പുതിയൊരു സംഭവമായതുകൊണ്ട് കുറേ നേരം എനിക്ക് ഇരുന്നൊക്കെ തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഫുഡ് അടിക്കൽ പരിപാടിയാണ്. ഈ ഒരു സമയമായപ്പോഴത്തേക്കും 10-11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ആളുടെ പുറകെ കുറച്ച് നേരം ഒന്ന് ഓടണം ഈ ഒരു പരിപാടികളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഈ ഒരു സമയത്താണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അങ്ങനെ മുറ്റത്ത് വന്നിരുന്ന എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് വാ ഇവി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇരുന്നാലാണ് ആൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അതിൽ പോകുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കും കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആളുടെ കലാപരിപാടികളെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, ആൾക്കാരെ കണ്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഫുഡ് അടിക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിയൊക്കെ നടന്ന് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ഡേ ആയിരുന്നു കേട്ടോ. എല്ലാ ദിവസമൊന്നും കിട്ടാറില്ല, ചില ദിവസങ്ങളിലൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി അതൊക്കെ ക്ലീനാക്കി എടുത്തു. അങ്ങനെ ഞാൻ മീൻ കറി ഇന്ന് തേങ്ങ അരച്ച മീൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറച്ച് മീനെടുത്ത് വറുക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് പൊരിച്ച് മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂപ്പർ കാണിക്കുന്നത് സൂപ്പർ ഒരു ഓക്കെ കാണിച്ചു. ഓക്കെ 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 കാണീര് അമ്മീനെ കാണീര് ക്യൂട്ട് കാണീര് ഒരു ക്യൂട്ട് കാണിച്ച് ഇങ്ങനെ 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 വെച്ചേ. വാവ് അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും കുക്കിങ്ങിലേക്ക് വന്നു. പിന്നെ പയറുമെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ കുക്കിങ്ങൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയ സമയത്ത് എന്താ പറയുക ഇനി ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ഉള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഫുള്ളൊന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ എല്ലാ ദിവസത്തെയും പരിപാടി, ഇതൊക്കെ തന്നെയാണ് കേട്ടോ.
ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുഞ്ഞു പെണ്ണെ കുറച്ച് നേരം ഒന്ന് ഉറക്കും. അപ്പോൾ ആൾ ആ ഉറങ്ങുന്ന നേരം കണ്ടിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിൻ്റെ വീഡിയോ ഒക്കെ ഇനി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഫുഡ് അടിച്ചിട്ട് ശേഷമാണ് എന്താ പറയുക ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന ഫോണിൽ തന്നെയാണ് കേട്ടോ ഞാൻ ആ ഒരു വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ആ ഒരു സമയത്തൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ആ കിട്ടുന്ന ആ ഒരു ഗ്യാപ്പിലാണ് എഡിറ്റിംഗ് പരിപാടികളൊക്കെ തീർത്ത് വയ്ക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ അങ്ങോട്ട് കടന്നു പോകുന്നതെന്ന് പറയാം. അപ്പം എന്ത് ചെയ്യുക, അങ്ങനെ ഞങ്ങൾ പാത്രങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് കേട്ടോ പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നത്. അങ്ങനെ ഏകദേശം പരിപാടികളൊക്കെ തീർത്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ 1 മണിയായപ്പോൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് ഇന്നത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ, അതുപോലെ തന്നെ മീൻ കറി, മീൻ പൊരിച്ചത്, പയർ മെഴുക്ക് വരട്ടി, പിന്നെ ചീനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി ആ ഒരു സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കുറുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി ചായ കുടിക്കാം. അപ്പോൾ ചായക്ക് ഇന്ന് കഴിക്കാനായിട്ട് കേക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത സമയം ക്രിസ്മസിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ നമുക്ക് ക്രിസ്മസ് കേക്കൊക്കെ കിട്ടിയ കാരണം ആ ഒരു കേക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കേക്കായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞൊന്ന് കുളിച്ചിട്ട് വന്നു. ഇനി കുറച്ച് പരിപാടികളുണ്ട്. വിളക്ക് വയ്ക്കണം, മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിട്ട് വിളക്ക് വയ്ക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇനിയത്തെ പരിപാടികളെന്ന് പറയുന്നത്. അപ്പം എന്താ പറയുക, കുഞ്ഞിപ്പെണ്ണി ഇവിടെ എവിടേക്കോ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ആളെ കിട്ടിയിട്ടില്ല ഇതിനകത്തൊന്നും കേട്ടോ. അങ്ങനെ ഇനി എന്താ പറയുക, അങ്ങനെ വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥിച്ചു. അതൊക്കെയായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന പരിപാടികൾ കേട്ടോ. ഇതിന് ശേഷം ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് 7 മണിക്ക് ടോപ്പ് സിംഗർ തുടങ്ങും. പിന്നെ അങ്ങോട്ട് ടോപ്പ് സിംഗർ കാണലാണ് ഞങ്ങളുടെ രണ്ടാളുടെയും പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഡേ കടന്നു പോകുന്നതെന്ന് പറയാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സമയം വരെ സന്ധ്യ വരെ എടുത്തിട്ടുള്ളൂ ഈ ഒരു ഇതിനകത്ത്. പിന്നെ അങ്ങോട്ട് ഞാൻ എടുക്കാൻ മറന്നു പോയതാണെന്ന് തോന്നുന്നു, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റിങ്ങിന് ഇട്ടപ്പോഴാണ് എത്രത്തോളം ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ തന്നെ കാണുന്നത്. അപ്പോൾ ഇത് ഡിസംബറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറ്റിയെന്നൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലോണം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറിയൊക്കെ ഇട്ടു. അതിന് ശേഷം ഇവിടെ ഒരാൾ ജനാലയിലൊക്കെ തൂങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയുക കുറേ പരിപാടികളെന്നൊക്കെ പറയുന്നത്, ഓരോ ദിവസത്തെയും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ആളെ ഉറക്കിയ ശേഷം എന്താ പറയുക, ഇതിന് ശേഷം ഞങ്ങൾ ടോപ്പ് സിംഗർ കാണും കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് സിംഗർ കാണുക, ഫുഡ് കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക. അപ്പോൾ ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്നെടുത്ത വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും. സമയം കിട്ടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.